കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാറുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിന് കല്യാണ വീടുകളിലെ കൽത്തപ്പം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കുതിർത്ത് കഴുകി എടുത്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതുപോലെ 1/2 കപ്പ് പുഴുക്കലരി ചോറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചരി ചോറാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. 1/2 കപ്പ് തന്നെ എടുത്താൽ മതി. പിന്നെ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഇതിപ്പോൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഈ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇരുമ്പ് ചട്ടി ചൂടാവാനൊരു ഇച്ചിരി സമയമെടുക്കും. അഗാരോ ബ്രാൻഡിൻ്റെ ചട്ടിയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള നല്ല കാസ്റ്റർ അയറിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പിന്നീട്. ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർത്തിട്ടില്ല. ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് അടുപ്പിലാണ്. നമ്മൾ ഉരുളിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാറുള്ളത്, മുകളിൽ കനലൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ കനലിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ സാധാ ചെയ്യൽ ഉരുളിയിലൊക്കെ ആക്കിയിട്ട് കനലൊക്കെ ഇട്ടിട്ടാണ്, മുകളിൽ കനലിട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാവ് കറക്റ്റ് പരുവമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലോട്ട് ആദ്യം ഒരിച്ചിരി ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആദ്യം തേങ്ങാക്കൊത്താണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിലും അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണെങ്കിലും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു ഇച്ചിരി കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഒരിച്ചിരി കുറച്ചിട്ട് നമുക്കിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കനലിട്ടിട്ടൊക്കെ ചുട്ടെടുക്കാൻ പറ്റാത്തവർ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിതിൽ മുരിഞ്ഞ് വരുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. സാധാ ഇതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഇരുമ്പ് ചട്ടി എടുക്കാൻ നോക്കാം. അപ്പോൾ കൽത്തപ്പം എപ്പോഴും ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കൽത്തപ്പയാണെങ്കിലും നീർദോശയാണെങ്കിലൊക്കെ ഇപ്പോൾ കാസർഗോഡുള്ള എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഞാൻ ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത അളവിൽ ഒരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവാണ്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ വെന്ത് വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ആ ഒരു കല്യാണ വീടുകളിലൊക്കെ കാണാറുള്ള കൽത്തപ്പം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇരുമ്പ് ചട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ആമസോണിലുണ്ട് കേട്ടോ. അഗാരോ ബ്രാൻഡിൻ്റെ ആണ്. അതുപോലെ മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചട്ടി. അപ്പോൾ കൽത്തപ്പം മറ്റേ സൈഡും കൂടെ കുക്കായി വന്നപ്പോൾ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല കറിയുടെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കാറുള്ളത്. എന്ത് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കൽത്തപ്പം. നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറിയ രീതിയിൽ ക്രിസ്പി പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നടുഭാഗം സോഫ്റ്റും അതുപോലെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ സാധാ ഉണ്ടാക്കുന്ന കൽത്തപ്പത്തിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്